അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒരു ഫ്ലവർ വേസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു മരുന്നിൻ്റെ കവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കവറൊക്കെ കിട്ടാൻ ഒരു പാടില്ല. നമ്മൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലത്തെ കവറിലായിരിക്കും ഓരോ സിറപ്പുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കവർ നമ്മളിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഈ ഒരു നല്ലൊരു ഷേപ്പിൽ ഇത് മേളിൽ കുറച്ച് മുറിഞ്ഞിരിപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുകളിൽ ആ ഒരു അടയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതാകുമ്പോഴത്തേന് ഇച്ചിരി കൂടെ നീളം കിട്ടും. ഇനി നമ്മളിതുണ്ട് ഇതുപോലത്തെ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് കളറാണെങ്കിലും അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതുണ്ട് ഈ ഒരു ബ്രഷും കൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇതുപോലത്തെ സ്പോഞ്ച് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷ് വെച്ച് ചെയ്താൽ ചിലപ്പം ഒരു പൊളിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ബ്രഷ് ഇത് വെച്ച് ചെയ്യുമ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ആ ബ്രഷിൻ്റെ എനിക്ക് ഞാൻ ബോട്ടിലൊക്കെ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേനും ഇങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ ജെസ്സോ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അല്ലാതെ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേനും പൊളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനത് ഉണങ്ങി എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം എടുത്തൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മുട്ടയുടെ തോടാണ് കേട്ടോ വേണ്ടത്. അപ്പം ഇതുപോലത്തെ മുട്ടയുടെ തോട് ഇങ്ങനെ പൊടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ തോടൊക്കെ മുട്ട പൊരിച്ച് കഴിഞ്ഞിട്ട് വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. നമുക്ക് അധികം വേറെ ഒരു സാധനങ്ങൾ മേടിച്ച് ബുദ്ധിമുട്ടുള്ള കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഓരോ ക്രാഫ്റ്റുകൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓരോന്നും ചെയ്ത് വെക്കുമ്പോൾ. ഇപ്പോൾ ഇതിൽ മാത്രമല്ല ബോട്ടിലൊക്കെ ഇങ്ങനത്തെ മുട്ടയുടെ തോട് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിൽ ആർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിനി ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് വീണ്ടും ഇതിന് മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ആ ഒരു ഈ സ്പോഞ്ച് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഈ സ്പോഞ്ച് ആകുമ്പോൾ എല്ലായിടത്തും പെട്ടെന്ന് ഈസി ആയിട്ട് പണി തീരും. പെട്ടെന്ന് ഇതായി കഴിഞ്ഞോളൂ കേട്ടോ. എന്നിട്ട് നമ്മളിതുണ്ട് ആ ഒരു ഇടവശം കണ്ടോ ഒരു വെളുത്ത് കാണാൻ മുട്ടയുടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇടയ്ക്കൂടെ പെയിൻ്റ് എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഒരു ബ്ലാക്ക് എല്ലായിടത്തും ഒന്നായി കിട്ടും. എന്നിട്ട് നമുക്കിനി ചെയ്യാനുള്ളതിന് മുകളിൽ കൂടെ കുറച്ച് ഇതുപോലത്തെ ഗോൾഡൻ പെയിൻറ്റ് ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാനാണ്. ഇതൊരു പൊടിയാണ്, ഗോൾഡൻ പൊടിയാണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ബ്ലാക്ക് ആകുമ്പോഴത്തേനും ഒരു ആൻറ്റിക്ക് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്കിന് മുകളിൽ കൂടെ പിങ്ക് ഒക്കെ ഇല്ലേ, റോസ് അങ്ങനത്തെ കളറാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പം സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു കവറിൽ ചെയ്തെടുത്തേക്കുന്നത്. കവറാണെന്നൊന്നും പറയില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ കൂടെ ആ ഒരു മോൾ വശത്ത് ഒരു ലേസൊക്കെ ഒടിച്ചു കൊടുത്താൽ അത് നല്ല സിമ്പിൾ അടിപൊളി ലുക്കും ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ലുക്കിൽ ചുമ്മാ ജസ്റ്റ് വെക്കാം. ഈ ഒരു സംഭവം ഈ ഒരു പൂവും ഇലയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.